പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ദി ലെജൻഡറി ഓഫ് റോഡർ ഹിമാലയൻ 450 ആണ്. വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഫ്രണ്ടിൽ ഈ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചതുകൊണ്ട് ബൈക്കിൽ ആ ഡിസ്പ്ലേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നാവിഗേഷനുള്ള ഈ ഒരു ഡിസ്പ്ലേയിൽ എന്തിനാണ് മൊബൈൽ ഹോൾഡർ എന്ന്, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ആവശ്യം എന്താണ്? പക്ഷേ മൊബൈൽ ഫുൾ ടൈം ഓണാക്കി വെച്ചാലേ ഇത് വർക്കാവുള്ളൂ, ഈ ഒരു മാപ്പിൻ്റെ ഈ ഒരു സിസ്റ്റം. അപ്പോൾ ഇത് കുറച്ച് എനിക്ക് സോഫ്റ്റ്വെയറുടെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റീസെൻ്റ്ലി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നായിരുന്നു, അത് ചെയ്താൽ ചിലപ്പം മാറുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ മാറിയേക്കാം. ഹിമാലയൻ 400 ഫേസ് ലിഫ്റ്റ് മോഡലാണോ ഈ ഒരു 450? ഒരിക്കലുമല്ല, അടിമുടി മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഈ ഒരു 450. പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത് ഏതൊരു വണ്ടി ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിലും മെയിനായിട്ട് നോക്കുന്നത് അതാണ്. 220 നിന്നും 10 mm കൂട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ വണ്ടിയുടെ മൊത്തം ഗ്രൗണ്ട് ക്ലിയറൻസ് 230 mm വരും. ഹിമാലയൻ 400 ഓഫ് റോഡിൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഹിമാലയൻ ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് വേറെ ഒരു ലെവലാണ്. മാത്രമല്ല പഴയ ഹിമാലയനേക്കാളും 3 കിലോഗ്രാം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എനിക്കിതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ത്രോട്ടൽ റെസ്പോൺസ് ആണ്. 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് 6th ഗിയറിലോട്ടുള്ള പോകാനുള്ള അവസരം ഈ വണ്ടി എനിക്ക് നൽകിയിട്ടില്ല. സോ നമുക്ക് ഈസി ആയിട്ട് 120 നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിയിൽ 2 മോഡാണ് വരുന്നത്, പെർഫോമൻസ് മോഡും ഇക്കോ മോഡും. അപ്പം നമ്മൾ പെർഫോമൻസ് മോഡിൽ ABS ഓണാക്കാം, ഓഫാക്കാം. ഇക്കോ മോഡിലും ABS ഓണാക്കാം, ഓഫാക്കാം. പക്ഷേ നമ്മൾ എന്താ ഇക്കോ മോഡിൽ ഓടിക്കാനല്ലല്ലോ ഈ ഒരു വണ്ടി എടുത്തേക്കണേ. പെർഫോമൻസ് മോഡായിരിക്കും കുറച്ചും കൂടെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള ആ ഒരു വണ്ടിയുടെ പവർ നമുക്ക് ഫീൽ ആവുന്നത്. ഈ ഒരു വണ്ടി 450cc ലിക്വിഡ് കൂൾ എൻജിനാണ്. റേഡിയേറ്റർ ഫാനിൻ്റെ സഹായത്തോടെ ലിക്വിഡ് വന്നിട്ട് എൻജിൻ്റെ ടെമ്പറേച്ചറിനെ തണുപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊരു KL വണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ബാംഗ്ലൂരിലെ ഔട്ട്സ്കർട്ട് ഏരിയയിലാണ്. ഈ ഒരു വണ്ടിക്ക് ചെയിൻ സ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓഫ് റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചെയിൻ സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെയിൻ ഗാർഡ് പോലെയുള്ള ഒരു സംഭവമാണ്. അതെനിക്ക് ഭയങ്കര ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് ആണ്. വണ്ടി നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിൽക്കും. ബ്രംബോയുടെ ബ്രേക്ക് പാഡ്സ് ഒക്കെയാണ് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ബൈക്ക് എന്തോസിസ്റ്റ് ഒന്നല്ല, അപ്പം ഒരു ഫാൻ ബോയുടെ റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ഒരു ടെക്നിക്കലി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ട്, അവരുടെ ചാനലെടുത്ത് നോക്കി നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാവുന്ന കൂട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു വളവ് ഒരു കാല് കൊടുക്കാണ്ടാണ് ഞാൻ എടുക്കുന്നത്. വളരെ ഈസിയാണ് നമുക്ക് ആ ഒരു ഹാൻഡ്ലിങ് ചെയ്യാനൊക്കെ പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ത്രോട്ടിലിംഗ് ആണ്. ഒയ്യോ വേറെ ലെവല്. മൈൻ റോട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു കാണുന്ന ഈ സ്ഥലത്തോടെ നമുക്ക് ഇറങ്ങി നോക്കാം. ഓഫ് റോഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ കുഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് അത് കയറി ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. വണ്ടി പുറത്തു നിന്ന് നോക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഈ വണ്ടി അത്രയ്ക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വന്ന് മൈൻഡിലോട്ട് കയറും. അങ്ങനെയാണ് ഈ വണ്ടി നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത്. മാത്രമല്ല പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വണ്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഇരുന്നാലേ അതിൻ്റെ ആ ഒരു ഹ്യൂജ് സംഭവം നമുക്ക് ഫീൽ ആവത്തുള്ളൂ. 200 mm ട്രാവലുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കയറ്റം ഇറക്കം പോലെയുള്ള ഇങ്ങനത്തെ വഴികളൊക്കെ നമുക്ക് വലിയ രീതിയിൽ ഫീൽ ആവുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ബാക്കിൽ 180 mm ട്രാവലുള്ള സസ്പെൻഷൻ കൂടെയാണ്. 196 കിലോഗ്രാമുള്ള ഈ ഒരു ഹിമാലയൻ 450 നമുക്ക് ഈസി ആയിട്ട് കോർണർ കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ലാണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി മൂവ് ആയി പിന്നെ നമുക്ക് ആ വെയിറ്റ് അത്രയ്ക്കും ഫീൽ ആവുന്നില്ല. ഫ്യൂൽ ടാങ്കിന് 2 ലിറ്റർ കൂട്ടിയിട്ടുണ്ട്. പഴയ ഹിമാലയത്തിന് 15 ലിറ്റർ എങ്കിൽ ഇതിന് 17 ലിറ്റർ കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. USB ചാർജിങ് പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ലാതെ ഈ നാവിഗേഷനിൽ നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള നാവിഗേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമുക്ക് മൊബൈലിൽ കാണുന്ന കൂട്ടുള്ള നാവിഗേഷൻ ഇതിൽ കാണണമെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീൻ ഫുൾ ടൈം ഓൺ ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. മൊബൈലിൻ്റെ ഓഫ് ദ സ്ക്രീനിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ കിട്ടുന്നതാണ്. ഇനി ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടയർ ട്യൂബ്ലെസ് അല്ല, ട്യൂബാണ്. എല്ലാവരും ട്യൂബ്ലെസ് പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു 450. പക്ഷേ എന്താ കമ്പനി കൊണ്ടുവരാത്തതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നിന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ആ റോഡ് ഇവിടെ കൊണ്ട് തീരുന്നു. താഴോട്ട് ഇറങ്ങി പോകാം, പക്ഷേ വേണ്ട, കുറച്ച് വലിയ കുഴിയാണ്. ഈ ഒരു വണ്ടി ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് തരുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ റോഡുകളിലൊക്കെ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളുടെ ആവശ്യമാണ്. കാരണം ഒരു മഴക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയൊക്കെ ആയി
വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പോകുന്നുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള നല്ല പെർഫോമൻസ് തരുന്ന വണ്ടി നമുക്ക് ആവശ്യമാണ്. ഈ ഒരു വണ്ടിനെ കുറിച്ച് നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ഏതൊരു വണ്ടി എടുത്താലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിലുമുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.